ഹലോ ഗെയ്സ്, ഇപ്പോൾ ഇത് പൊതുവേ ഒരു 5 മിനിറ്റ് ചാർജിലിട്ടിരുന്നു. അപ്പം പൊതുവേ നമ്മൾ ഇപ്പം ഷെല്ലൊക്കെ പക്കാണല്ലോ, മുന്നിൽ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തന്നല്ലോ, ഷെല്ലുകളൊക്കെ പക്കാണല്ലോ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ 3, 4, 5, 6 സ്റ്റേജായിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. അപ്പോളേ ഒറ്റയടിക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവില്ല, ഓരോ സെക്ഷനായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തത് ബാറ്ററിയിൽ നമ്മൾ അയക്കിനെ കാണിച്ചില്ല, മൂടി അയക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോരോ ടോപ്പ് അയച്ചിട്ട് 6 ടോപ്പ് അയച്ചിട്ടും ആസിഡ് കുറവാണുള്ളത് ഫില്ല് ചെയ്ത് ഓരോ ഷെല്ലുകളും ആസിഡ് ഞാൻ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം നമുക്ക്. പക്ഷേ അത് നിങ്ങൾ മീറ്റർ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വെച്ചിട്ട് സിമെൻറ്റിൻ്റെ ഒരു ഫീസ് കഷ്ണം വെച്ച് ഓരോ ആസിഡ് ഓരോ ഷെല്ല് കുത്തി ചെക്ക് ചെയ്യുമ്പോൾ അത് നൊരഞ്ഞ് വരുന്നതാണ് പവർ കൊണ്ട്. യെസ്, അപ്പം അത് ചെക്ക് ചെയ്ത് 6 ഷെല്ലും പക്കാണ്. അപ്പോൾ ആസിഡ് കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷെ അഥവാ ആസിഡ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ പച്ചളായിപ്പോൾ ഓരോ ഷെല്ലുകളിൽ. അപ്പോൾ നമുക്ക് 11 വോൾട്ടേ കിട്ടുള്ളൂ. ഓക്കെ, 11, 12, 9, 10 വോൾട്ട് ആ ലെവലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങോ നമ്മൾ ഇൻവേർട്ടർ ഒന്നും അലോഡാവില്ല. അത് സ്റ്റാർട്ടിങ് അവർ വീക്കാണ് വേണ്ടത്. ആ ഷെല്ല് പിന്നെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പം അത് പക്കാണ്. ഇനിയിപ്പോൾ പൊതുവേ നമ്മളിപ്പം 12 വോൾട്ട് ചെക്ക് ചെയ്ത് ആദ്യം സീരീസ് ചെയ്ത് ചെക്ക് ചെയ്ത് പിന്നെ മൂടിയൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നീട് സീരീസിൻ്റെ ബൾബ് നേരിട്ട് നമ്മൾ കൊടുക്കരുത്, സീരീസ് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ പൊതുവെ ആസിറ്റിക്ക് വെച്ച് പെട്ടെന്ന് കൊടുക്കുമ്പം അതിൽ ഷെല്ല് പെട്ടെന്നുള്ള ചാർജിൽ വീക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ആ ഷെല്ലിൻ്റെ ഓരോ സീറ്റുകളിലും പ്ലസും മൈനസും ഉള്ള സീറ്റുകളിൽ ചാർജ് കയറുമ്പോൾ പെട്ടെന്നുള്ള പ്രഷറിൽ ഷോർട്ടായി പോകും ഷെല്ല്. അപ്പോൾ നമ്മൾ സീരിയസ് ചെയ്ത് കൊടുക്കണം ഈ പഠിപ്പിച്ചിട്ട്. അന്നേരം ഇത് ഡെമ്മായി നിൽക്കും. പിന്നീട് അത് ചാർജ് പതുക്കെ ഇറങ്ങി കൊടുക്കുമ്പോൾ ഇത് ഫിലമെൻറ്റ് ഡിമ്മായി വരും. പിന്നെ ഫിലമെൻറ്റ് പറ്റ് ഡിമ്മായ പക്ക, പിന്നെ ബാറ്ററി ചൂടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പിന്നെ 12 വോൾട്ട് പക്ക ഉറപ്പായി. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ പിന്നെ നേറ്റ് നമ്മൾ കൊടുക്കുക. നേറ്റ് ഞാൻ ഇപ്പോൾ കൊടുത്താൽ നേറ്റ് ഇതാ, ബൾബൊന്നുമില്ല. നേറ്റാണ് ഇപ്പോൾ അത്. ഓക്കെ, ബൾബൊന്നുമില്ല, നേറ്റാണ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നേറ്റ് ചാർജ് ആവുകയാണ്. അങ്ങനെ കൊടുത്ത് പിന്നെ ഇപ്പം നമ്മൾ വലുത് ട്രാൻസ്ഫോമർ ചൂടാവില്ല. 12 വോൾട്ട് കറക്റ്റ് ടു 12 വോൾട്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ഒരു മുന്നേ ഇട്ടതാണ്. ഇനി ഓക്കെ 10 മിനിറ്റ് കൂട്ടാം. നമ്മൾ ഇത് 35 ആംപിയറിൻ്റെ ബൾബാണിത്. നമ്മൾ വണ്ടിയിലും ലോറിലും കാറിലൊക്കെ ഉള്ള പവറിലാണ് 35 ആംപിയർ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കാം. അത് കുറച്ച് ഡിമ്മായിട്ടുള്ള കണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, അൻസാർ PV ഇതിൻ്റെ സൈറ്റ് സെർച്ച് ചെയ്യുക. അപ്പം ഇതിൻ്റെ എല്ലാ മൊത്തം ഇലക്ട്രോണിക്സ് ക്ലാസ്സും നിങ്ങൾ മുന്നിൽ വെക്കും. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതാ പിന്ന് ഒഴിവാക്കി. ഓക്കെ, ഇതാ ഓക്കെ പിന്നെ ഒഴിവാക്കി. ഇനി നേരിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പവർ കൂടി എത്ര ടൈം വരെ നോക്കാം. ഒന്നുകിൽ വേഗം ഇറങ്ങിപ്പോവും, കാരണം നമ്മളിപ്പോൾ 10 മിനിറ്റ് ഇട്ടുള്ളൂ. യെസ്, അപ്പോൾ ചാർജ് ഫില്ലായി വരുന്നുള്ളൂ ഷെല്ലുകളിൽ. 35 ആംപിയർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കൂടുതൽ വോൾട്ട് എടുക്കുന്ന ബൾബാണത്. ഇനി ഞാൻ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങളെ മുന്നിൽ ഈ കറക്റ്റ് കാണിച്ചു തരും. അതിൽ മൾട്ടിമീറ്റർ നടന്നിട്ട് മിനിമം കാണിച്ചു തരാം പവറിൽ. ഓക്കെ, ഇപ്പോൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ അടുത്ത വിശദമായ ക്ലാസ്സിൽ സെറ്റാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കും. ഓക്കെ, താങ്ക് യു.